നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് ഇന്ന് പരസ്യ പ്രചരണം അവസാനിക്കുക. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും ഏപ്രിൽ 19 തെരഞ്ഞെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ണൂരിലെ മാടായിക്കാവിലേക്ക് ക്ഷണിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇവിടുത്തെ പ്രസാദത്തിൽ കോഴിക്കറിയുണ്ടെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള നാടാണിതെന്നും ആ വൈവിധ്യം നിലനിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നാം ചെയ്യേണ്ടതെന്നും യെച്ചൂരി പറഞ്ഞു. നാടിന്റെ വൈവിധ്യത്തെ തകർക്കാൻ നരേന്ദ്രമോദിയെ അനുവദിക്കില്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CAA കുറിച്ച് പറഞ്ഞപ്പോൾ വേണ്ടാത്ത ആക്ഷേപം ഉന്നയിക്കുന്നുവെന്ന് രാഹുൽ പരാതി പറയുന്നു. കോൺഗ്രസ് പാർട്ടി CAA വിഷയത്തിൽ എന്തുകൊണ്ട് വാതുറക്കുന്നില്ലെന്നും സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ കഴിയുള്ളൂവെന്നും രാഹുൽ നിസ്സംഗതയോടെ നിൽക്കുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി. ആശയത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും LDF പ്രവർത്തകരും കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണെന്ന് ഒരു ധാരണയുമില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒന്നിന് പിറകെ ഒന്നായി നാടകങ്ങൾ നടത്തുകയാണ് മോദി. ഇടയ്ക്ക് പുഴയിൽ കുളിക്കും, ഇടയ്ക്ക് സമുദ്രത്തിൽ ഇറങ്ങും. അങ്ങനെ എന്തൊക്കെയോ ആണ് മോദി ചെയ്യുന്നതെന്നും രാഹുൽ വിമർശിച്ചു. രാജ്യത്തിന്റെ അടിത്തറ ഭരണഘടനയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ അടിത്തറയാണ്. പ്രധാനമന്ത്രിയും RSSും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ മൊഴിപകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളിൽ നിന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. മൊഴിപകർപ്പ് നൽകരുതെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ല. സാക്ഷിമൊഴികളെക്കുറിച്ച് അറിയാൻ തനിക്ക് അവകാശമുണ്ടെന്നായിരുന്നു അതിജീവിത കോടതിയെ അറിയിച്ചത്. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യം പരിഗണിച്ച് ഉത്തരവിടുന്നത് നിയമലംഘനമാണെന്നായിരുന്നു ദിലീപിന്റെ വാദം. സുഗന്ധഗിരിയിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് പുറത്തു വന്നതെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും മരമുറിയിൽ വാച്ചർ മുതൽ DFO വരെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയെന്നും മന്ത്രി പറഞ്ഞു. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വ്യാജ പ്രചരണങ്ങളുടെ UDF വ്യക്തിഹത്യ നടത്തുന്നുവെന്നും KK ശൈലജയുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാപകമായി വ്യാജ പ്രചരണം നടത്തുന്നുവെന്നും പരാതിയിലുണ്ട്. വ്യാജ പ്രചരണവുമായി ബന്ധപ്പെട്ട പരാതി പോലീസിന് സമർപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മന്ത്രി P രാജീവ്. KK ശൈലജയെ മനുഷ്യയുക്തിക്ക് ഒട്ടും നിരക്കാത്ത മോശം വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പ്രവർത്തകർ തേജോവധം ചെയ്യുകയാണ്. ഇതിനെ അതിശക്തമായി അപലപിക്കുന്നുവെന്നും വിഷയത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകളും ടീച്ചർക്കൊപ്പം നിലകൊള്ളുമെന്നും കോൺഗ്രസിന്റെ സൈബർ അശ്ലീല സംഘത്തെ ഒറ്റപ്പെടുത്തുമെന്നും മന്ത്രി രാജീവ് പറഞ്ഞു. അശ്ലീലം പ്രചരിപ്പിച്ച് KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിഞ്ഞാണ് ഈ ആക്രമണം നടക്കുന്നത്. UDF ഇതിനായി പ്രത്യേക സംഘത്തെ വടകരയിൽ എത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. കേരള സ്റ്റോറിയുടെ പ്രദർശനം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. പ്രദർശനം തടയേണ്ടതില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചിരുന്നു. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ജീവചരിത്രം പറയുന്ന റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷൻ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ടെന്ന് കേരള സ്റ്റോറി അത്തരമൊരു പരിധിയിൽ പെടുന്നില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കമ്മീഷൻ നിലപാട് അംഗീകരിച്ച് കോടതി ഹർജി തള്ളുകയായിരുന്നു. KSRTCയിൽ മദ്യപിച്ച് ജോലിക്കെത്തിയ 100 ജീവനക്കാർക്കെതിരെ നടപടി. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും KSRTCയിലെ ബദൽ ജീവനക്കാരുമായ 26 പേരെ സർവീസിൽ നിന്ന് നീക്കി. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിവിധ യൂണിറ്റുകളിൽ പരിശോധന നടന്നത്. ഏപ്രിൽ 26 നടക്കുന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത് 30,238 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സജ്ജയ് കൗൾ. ഏതെങ്കിലും യന്ത്രങ്ങൾക്ക് പ്രവർത്തനം തകരാർ സംഭവിച്ചാൽ പകരം അതാത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും. നിലവിൽ വോട്ടിംഗ് മെഷീനുകൾ ARO കസ്റ്റഡിയിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും സജ്ജയ് കൗർ അറിയിച്ചു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19 തൃശൂർ താലൂക്ക് പരിധിയിലെ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ വോട്ട് ചെയ്തില്ല എന്നാരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് അപകീർത്തി കേസ് ഫയൽ ചെയ്തു. തൊടുപുഴ CJM കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്.
ഇന്ത്യൻ പാർലമെന്റിൽ പൗരത്വ ഭേദഗതി നിയമം CAA പാസാക്കുമ്പോൾ കോൺഗ്രസ് മിണ്ടാതിരിക്കുകയായിരുന്നുവെന്ന് INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ മുസ്ലിം ലീഗ് പതാക ഒളിപ്പിക്കേണ്ട അവസ്ഥ ദുഃഖകരമാണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷം വിജയിക്കണമെന്നും BJPക്കും RSSനുമെതിരെ ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷമാണെന്നും നാദാപുരത്ത് LDF മേഖലാ റാലി ഉദ്ഘാടനം ചെയ്യവേ മുഹമ്മദ് സുലൈമാൻ പറഞ്ഞു. രാജ്യത്ത് വികാസം പ്രാപിച്ചത് പട്ടിണിയാണെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയംസ് കുമാർ പറഞ്ഞു. പാലക്കാലിൽ LDF ഓസ്തൂർക്ക് ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ കടം ക്രമാതീതമായി വർദ്ധിച്ചു, തൊഴിലില്ലായ്മ നിരക്കും വർദ്ധിച്ചു. 1.5 വർഷം ഡൽഹി കണ്ടത് കർഷകരുടെ മുന്നേറ്റമായിരുന്നു. മോദിയുടെ ഭരണത്തിൽ അഭിവൃദ്ധിപ്പെട്ടത് ചുരുക്കൽ ചിലർ മാത്രമാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് EDയുടെ പേര് പറഞ്ഞ് കേരളത്തിലും അസ്വസ്ഥതയുണ്ടാക്കുകയാണെന്ന് കേന്ദ്ര സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിലെ തലം നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 6 കുട്ടികൾ മരിച്ചു, 10 പേരെ രക്ഷപ്പെടുത്തി. ബോട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 20 പേർ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.